നല്ല നല്ല രാവുകളെ ഗൗനിക്കാതെ ബറാത്ത് രാവുകളെ എഴുതി തള്ളിയവരെ, മിഅ്റാജിന്റെ രാവുകളെ നിഷ്ഫലമാക്കിയവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ വേണ്ട എന്ന് കരുതിയവരെ, റമളാനിനെ നഷ്ടപ്പെടുത്തിയ ഉമ്മ, റമളാനിന്റെ പവിത്രതയെ ഹരിച്ചതായ ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് റമളാൻ കഴിഞ്ഞാൽ എടുത്തുപിടിത്തിരുന്ന ഈ പുണ്യമാക്കപ്പെട്ട ബറക്കത്തിന്റെ മാസത്തിൽ റമളാൻ വരികയാണ്. റമളാന്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതിനെ പറ്റി നബി തങ്ങൾ ഉണർത്തി. قال رسول الله صلى الله عليه وسلم നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, റജബുൻ ലിതത്ഹീരിൽ ബദൻ വശഅബാനുൻ ലിതത്ഹീരിൽ ഖൽബ് വറമളാനുൻ ലിതത്ഹീരിർ റൂഹ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റജബ് മാസം അത് ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ്. എല്ലാ തിന്മകളിൽ നിന്നും ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ്. ഹൃദയത്തെ ശുദ്ധികലശം നടത്തേണ്ട മാസമാണ് ശഅബാൻ. ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് ശഅബാൻ. ഉമ്മത്തിന്റെ മാസമാകുന്ന റമളാൻ നോമ്പിലൂടെ ആത്മാവിനെ ശുദ്ധികലശം നടത്തുന്ന മാസമാണ്. ആത്മാവിനെ നന്നാക്കേണ്ട മാസം റമളാൻ. അപ്പൊ റജബ് കഴിഞ്ഞു, നമ്മളിൽ ശഅബാൻ ഇതാ 15 അടുക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, റജബിലൂടെ നമ്മുടെ ശരീരത്തെ നാം സ്ഫുടം ചെയ്തോ? ചിന്തിക്കൂ. ശഅബാൻ മാസം ഇതാ 15 ആവുന്നു. ശരീരം നമ്മൾ നന്നാക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ നമുക്ക് സാധിച്ചോ ഈ ശഅബാനിലൂടെ? ചിന്തിക്കൂ. ശഅബാൻ മാസം മനസ്സിനെ നന്നാക്കേണ്ട മാസമാണ്. അതാണ് ഇവിടെ ആമുഖ ഭാഷണത്തിൽ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചത്. അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമളാൻ നോമ്പ് നോറ്റിട്ട് ആത്മീയമാകുന്ന ഉയർച്ച ഉണ്ടാക്കണം, റൂഹിനെ പ്രകാശിപ്പിക്കണം, ആത്മാവിനെ പ്രകാശം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബിലൂടെ നമ്മുടെ ശരീരത്തെ നന്നാക്കണം. എങ്ങനെ നന്നാക്കേണ്ടത്? ഒരുപാട് കുഴിമന്തിക്കടയൊക്കെ വന്ന് നല്ല റാഹത്തായിട്ട് കുഴിമന്തിയൊക്കെ കഴിച്ച് നല്ല കിഴിപൊറോട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നന്നാക്കാനാണോ? എങ്ങനെയാണ് ഇപ്പോൾ ശരീരത്തെ നന്നാക്കേണ്ടത്? ഇപ്പോഴത്തെ ട്രെൻഡ് വിഭവമായിട്ട് വരുന്നുണ്ട്. കോഴിക്കോടൊക്കെ ഏതാണ് മറ്റേ കൂന്തൽ നിറച്ച്, നമ്മുടെ ഇവിടെ എന്താ പറയുന്നത്, കണവാന്ന് എന്താ പറയും അല്ലേ? കണവാന്നാ പറയാ, കൂന്തൽ രണ്ടും പറയാം. അപ്പൊ അത് നിറച്ച് വലിയ ട്രെൻഡായിട്ട് പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ അത് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനം കഴിച്ചിട്ട് ശരീരത്തെ നന്നാക്കുക എന്നാണോ? എന്താണ് റജബ് കൊണ്ട് ഉദ്ദേശിച്ചത്? റജബ് കൊണ്ട് ശരീരം നന്നാക്കണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഭക്ഷണം കഴിച്ചല്ല, ഭക്ഷണം കഴിക്കണ്ട എന്നുമല്ല. നിസ്കാരത്തിനും ഇബാദത്തിനും ഒക്കെ വേണ്ടുന്ന നിലയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അമൽ നിസ്കാരമാണ്. ആ നിസ്കാരത്തെ ക്രമീകരിക്കുക, അത് അവിടുന്ന് തുടങ്ങണം. റജബ് മുതൽക്ക് തുടങ്ങേണ്ടതാണ്. നമ്മൾ റജബ് കഴിഞ്ഞു, ശഅബാൻ 15 ആയി, ഇപ്പോഴും നിസ്കാരം കറക്റ്റ് ആയിട്ടില്ല. റമളാൻ ആകുമ്പോ പള്ളിയിലേക്ക് കയറാൻ കാത്തിരിക്കുക, അതുകൊണ്ടൊരു വിശേഷമില്ല. റമളാൻ നമുക്ക് വിജയിക്കണമെങ്കിൽ റജബ് മുതൽക്കേ പണിയെടുക്കണം. ഇപ്പൊ വൈകിട്ടുണ്ട്, എത്രയും വേഗം നമ്മൾ തുടങ്ങണം. നാളത്തെ സുബഹി മുതൽ അവ്വൽ വഖത്തായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമതായി നിസ്കാരത്തെ ഗവനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുന്നത്. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ നമ്മുടെ നാവുകൾക്ക്
സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവുകയേ ഇല്ല. ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പഠിപ്പിച്ചിട്ടുള്ള പെങ്ങളെ, കളവ് പ്രചരിപ്പിക്കുന്നതായ സഹോദരി, നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നിന്റെ നാവ് നിനക്ക് എതിരായി സാക്ഷ്യപത്രമാകുകയാണ്. നിന്റെ നാവ് സംസാരിക്കാനുള്ള അവസരമില്ല. ഈ ദുനിയാവിൽ കളവ് പ്രചരിപ്പിച്ചവനല്ലേ, ഈ ദുനിയാവിൽ നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിലകൊണ്ടവരല്ലേ. കള്ള കേസിൽ കൊടുക്കുമ്പോ എന്നെ ഇതാ ഇതിൽ കുടുക്കിയെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ ഉണ്ടാക്കിയവരല്ലയോ. കള്ള സാക്ഷികളെ കൊണ്ടുവന്ന് നിലത്തിയവരല്ലേ. കോടതിയിൽ നിന്ന് വളരെ പുഷ്പം പോലെ ജാമ്യം വാങ്ങിച്ച് ഇറങ്ങിയതായ ആളുകളല്ലേ, സഹോദരിമാരല്ലേ. ആഖിറത്തിൽ രക്ഷയില്ല, രക്ഷയില്ല. നിന്റെ നാവുകൾക്ക് അല്ലാഹു സീൽ ചെയ്യുകയാണ്. ഒരു മനുഷ്യനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ശേഷിയില്ല. അന്ന് നാവുകൾക്ക് സീലാണ്, സീലാണ്. ഇന്ന് ഈ നാവ് കൊണ്ട് അടിച്ച് സംസാരിക്കുമ്പോ ഇതിലൂടെ ഒരു ഭാഷയുണ്ടാകുന്നു. ഈ മൈക്കിലൂടെ, സ്പീക്കറിലൂടെ കേൾക്കുന്നതായ വടുതലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, അന്ന് ഈ നാവിട്ട് അടിക്കാൻ സാധിക്കില്ല. അടിച്ചാൽ ഈ കൈകൊണ്ട് ചലിക്കുന്നത് പോലെ കേവലം ചലനം മാത്രമാണ്. ഇതിലൂടെ ഒരു ശബ്ദം ഉണ്ടാവുകയില്ല, ഇതിലൂടെ ഒരു ഭാഷയെ ഉണ്ടാവുകയില്ല. നാളെ റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുന്നത് കൈകളാണ്, കൈകളാണ്. ഈ നാവിന്റെ സംസാര ഭാഷ അല്ലാഹു കൈകൾക്ക് നൽകുകയാണ്, നൽകുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, വതുകല്ലിമുനാ ഐദീഹിം. നമ്മളോട് സംസാരിക്കുന്നത് കൈകളാണ്. മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും വലത് കൈ വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്. ഇവൻ നമസ്കരിച്ചവനാണ്, ഇവൻ നോമ്പ് നോറ്റവനാണ്, ഇവൻ സക്കാത്ത് കൊടുത്തവനാണ്, ഇവൾ ഹജ്ജ് ചെയ്തവളാണ്, ഇവൾ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവരാണ്, ഇവർ റമദാനിനെ വരവേറ്റുകൊണ്ട് ഇബാദത്തിൽ ആർജവം കാണിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിന്നവരാണ്, ഖൽബിനെ ശുദ്ധീകരണം നടത്തിയവരാണ്, ജനങ്ങളോട് വെറുപ്പില്ലാതെ നടന്നവരാണ്, ഖുർആൻ ഓതിക്കൊണ്ട് രാപ്പകൽ അധ്വാനിച്ചവരാണ്, റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങിയവരാണ്, നോമ്പുകൾ പരിപൂർണമായി നോറ്റുവീട്ടിയവരാണ്, പരിശുദ്ധമായ റമദാനിൽ നമസ്കാരങ്ങളെ ഗൗനിച്ചവരാണ്, പാവപ്പെട്ടവരെ നോമ്പ് തുറപ്പിച്ചവരാണ്, സുഹൃതങ്ങൾക്ക് വഴിമാറി സഞ്ചരിച്ചവരാ. എല്ലാ കാര്യങ്ങളും പരിപൂർണമായി പരിഗണിച്ചുകൊണ്ട് നിലകൊണ്ടവരാണെന്ന് നിന്റെ വലത് കൈ വിളിച്ചു പറയുമ്പോ, നിന്റെ കൈ വിളിച്ചു പറഞ്ഞ നന്മകൾക്ക് മുഴുവനും സാക്ഷിപത്രമാകുന്നത് നിന്റെ വലത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ നീ ചെയ്തിട്ടുള്ള സകല നീചവൃത്യങ്ങളും അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നത് നിന്റെ ഇടത് കൈയാണ്, കൈയാണ്. ഇന്ന് നിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും നിലകൊണ്ട കൈകളല്ലേ, രാത്രിയിൽ ചാറ്റിങ്ങിന് വേണ്ടി ഉറക്കമൊഴിച്ച് നിലനിർത്തിയതായ വിരലുകളല്ലേ. നാളെ ഈ വിരലുകൾ നിനക്ക് എതിരായി അല്ലാഹു എന്നെ മുന്നിൽ സാക്ഷിയാണ്, സാക്ഷിയാണ്. അല്ലാഹുവോട് പറയും, അല്ലാഹുവേ, റമദാൻ വന്നിട്ട് പോലും അതിന്റെ മുന്നൊരുക്ക മജ്‌ലിസിൽ പോലും, ദഅവത്തുൽ ഇസ്ലാം സംഘം നടത്തിയ മതവിജ്ഞാന വേദിയിൽ പോലും വന്നിരുന്നിട്ട് ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിട്ടവരാണ് അല്ലാ. നമസ്കാരത്തെ ശ്രദ്ധിക്കാത്തവരാണ് അല്ലാ. അതിനോട് അലസത വെച്ച് നിലകൊണ്ടവരാണ് അല്ലാ. ഖുർആൻ ഓതാതെ കള്ളു കുടിച്ചുകൊണ്ട് വിചരിച്ചുകൊണ്ട് ലെസ്ബിയനായി, ഗേയായി ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവരാണ് അല്ലാ. ഈ കൈകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോ വതശഹദു അർജുലുഹു, അവരുടെ ഇടത് കാല് അവർക്ക് ഈ പ്രതികൂലമായി സാക്ഷി നിൽക്കുകയാണ്. ശരിയാണ് അല്ലാ, ഞാൻ സാക്ഷിയാണ് അല്ലാ. അന റകിബുൽ ഹറാം. നമ്മുടെ കാലുകൾ അല്ലാഹുവിനോട് എതിരായി സാക്ഷി പറയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അവ്വല മാ യതകല്ലമു മിനൽ ഇൻസാൻ, ഇന്ന അവ്വല മാ യതകല്ലമു മിനൽ അദ്ലിൽ ഇൻസാൻ യൗമ യുഖതമുൽ അഫ്വാഹ്. നാളെ വായകൾക്ക് സീല് വെക്കപ്പെടുന്നതായ ദിവസം, മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യമായി അവനെതിരെ സാക്ഷി പറയുന്നതായ അവയവം തശഹദു അളമു ഫഖദിഹിൽ യുസറാ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഹ്ശറിൽ നടക്കുന്ന സംഭവം യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه. ഒരാൾ പോലും തുണയില്ലാത്ത സ്ഥലമല്ലയോ മഹ്ശറ. വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരനില്ല, സഹോദരിയില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല. ഒരാൾ പോലും നിനക്ക് രക്ഷയ്ക്കില്ലാത്തതാകുന്ന സ്ഥലമാണ്. അവനവന് സ്വന്തം വിചാരണയെ നേരിടുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ആ സമയത്ത് ഞങ്ങൾക്ക് നീ രക്ഷാ കവചമായി ഈ സദസ്സ് നീ നൽകണേ അല്ലാഹ്. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു മാറ്റൊലി ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്ക മജ്‌ലിസാണ് നമ്മുടെ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒന്നിൽ കേന്ദ്രീകരിച്ചത് നമ്മുടെ സമയത്തെ ബന്ധിച്ചിട്ടാണ്. സമയത്ത് നിർത്തണമെന്നുള്ള ഒരു ആഹ്വാനം പ്രത്യേകിച്ച് ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പാലിക്കണമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമ്മൾ സമയത്തെ മാനിച്ച് നിർത്താൻ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. റജബുൽ ലിതത്ഹീരിൽ ബദൻ, റജബ് മാസം നമ്മൾ നന്നാക്കേണ്ടത് ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. എങ്ങനെയാ ശരീരത്തെ മെയിൻ ചെയ്യുക? നിസ്കരിച്ചിട്ടാ, നിസ്കാരം കറക്റ്റാ. ശഅബാൻ മാസത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹൃദയത്തെ നന്നാക്കിക്കൊണ്ടാണ്. ഹൃദയം ഒരാളോടും വെറുപ്പ് വേണ്ട, ഉദ്ദേശം വേണ്ട, വൈര്യം വേണ്ട, എല്ലാവരോടും വെറുപ്പ് മാറ്റി വെക്കാം. വെറുപ്പുകൊണ്ടൊന്നും ഒരിക്കലും ഗുണമുണ്ടാവൂല. അസൂയ, പക, വിദ്വേഷം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരോടും സ്നേഹിക്കുക, ഒരാളോടും വെറുക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും പരസ്പര സ്നേഹത്തിൽ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എങ്കിൽ റമളാനിൽ നമുക്ക് റൂഹിനെ, ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പറ്റും നോമ്പിലൂടെ. റമളാനുൽ തത്ഹീർ റൂഹ്, ആത്മാവിനെ നന്നാക്കേണ്ട മാസമാണ് റമളാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ശരീരത്തെ നിസ്കാരത്തിലൂടെ റെഡിയാക്കി നമ്മുടെ മനസ്സിനെ നന്നാക്കണം ഖുർആനോത്തിലൂടെ. രണ്ട് കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ക്ലിയർ ആവുമെന്നാണ്. ഒന്ന് ഖുർആൻ ഓതിയാൽ, മറ്റൊന്ന് സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടായാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിന്റെ ശൈലി, ഇദാ ദഖല ശഅബാനു ഇൻകബു അലൽ മസാഹിഫ്, മുസഹഫിന്റെ മേൽ കമിഴ്ന്നു കിടക്കുന്ന എന്ന് പറഞ്ഞാൽ യഖറഊനൽ ഖുർആന മറാത്തിൻ ബഅദ മറാത്തിൻ, ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതും. റമളാനിലല്ല, എപ്പോ? ശഅബാനിൽ തന്നെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇതുവരെ ഖുർആൻ തൊട്ടിട്ടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ മുസഹഫ് ശരിക്കും എടുത്ത് ഓതുക, നല്ലതുപോലെ ഓതുക. ഈ മാസത്തിൽ ഖത്മ് തീർക്കുക, ഇപ്പോഴേ പരിശ്രമിക്കുക. അപ്പോൾ ഹൃദയം തെളിയും. റമളാനിൽ നോമ്പ് കറക്റ്റ് ആക്കുക. നോമ്പ് പിടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സിനിമയോ അശ്ലീലതയോ ഒന്നും കാണരുത്. അതിന്റെ അർത്ഥം രാത്രി കാണാനാണ്? അല്ല. അങ്ങനെ കണ്ടുകൊണ്ട് നോമ്പ് പിടിക്കുന്നവരുണ്ട് പല ആളുകളും. പക്ഷെ ആ നോമ്പുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. അതൊക്കെ ഒഴിവാക്കി നല്ല ഇഖ്ലാസിലൂടെ നോമ്പ് പിടിച്ചാൽ ഹൃദയം തെളിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നിസ്കാരം, ഖുർആനോദൽ, അതോടൊപ്പം തന്നെ നോമ്പ്, ഇത് മൂന്നും കറക്റ്റ് ആക്കുന്നതിലൂടെ ആത്മാവിന് പോഷണമായി, ശരീരത്തിനുള്ള ഗുണങ്ങളായി, അതോടൊപ്പം തന്നെ ഹൃദയത്തെ നന്നാക്കലുമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. ഒരു 3 സ്വലാത്ത് എനിക്ക് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ ഇസ്മായിൽ സാഹിബ്, അദ്ദേഹത്തിന്റെ ഇസ്മായിൽ ഉസ്താദ്, അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ ഖമറുദ്ദീൻ, തഖിയുദ്ദീൻ, അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. കുടുംബത്തിൽ അല്ലാഹു സന്തോഷവും റാഹത്തും നസീബാക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. സർവോപരി ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ദഅവത്തുൽ ഇസ്ലാമിന്റെ സംഘത്തിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ചെറുപ്പക്കാരെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കുമാറാവട്ടെ. آمين. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد، صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين.
അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് അഫ്വ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിലെ നഖന്തിയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശമനം നൽകണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തലവേദന കൊണ്ട് പ്രയാസം പറഞ്ഞവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൽവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്. പടച്ച റബ്ബേ, ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഓൺലൈനിലൂടെ ഈ സദസ്സ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ സുബഹിക്ക് ശേഷം ഇനി ഇതിനോടൊപ്പം യൂട്യൂബിലൂടെ ലൈവായി റുഹേ ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാരി, നാട്ടുകാരുണ്ട്. ലൈവായി സദസ്സ് വീക്ഷിക്കുന്നവരുണ്ട്. നീ സർവരെയും കബൂലാക്കണേ അല്ലാഹ്. പരിപൂർണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുവിപത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാവലിലാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളുടെ അസൂയ തൊട്ട് കാക്കണേ അല്ലാഹ്. മരണം ചെയ്യുന്നവരുടെ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നീ നിലനിർത്തണേ അല്ലാഹ്. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. അനുയോജ്യരാകുന്ന ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണയെ തുണയെ നീ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നസീബാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. നമസ്കാരം ചിട്ടവെക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരണയില്ലാത്തതാകുന്ന മക്കളുണ്ട്, തമ്മാടികളും റൗഡികളുമായി പോയ മക്കളുണ്ട്. നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ അത്തരത്തിലുള്ള ദുഷിച്ചതാകുന്ന ശൈലികളിൽ നിന്ന് നീ മാറ്റം നൽകാ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലഹരി മുക്ത ജീവിതം നയിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരായി ഞങ്ങളുടെ തലമുറ മാറിയിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന തലത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ലഹരി എത്തിച്ചിരിക്കുകയാണ്. പരിപൂർണമായ കാവൽ നീ നസീബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, മദ്രസയിൽ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. SLC പ്ലസ് അടക്കം പൊതുപരീക്ഷകൾ കാത്തിരിക്കുന്നവരുണ്ട്, പരിപൂർണമായ വിജയം നൽകണേ അല്ലാഹ്. ഉന്നതമാകുന്ന കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി നാടിന്റെ യശസ്സ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായ അഹ്ലുസുന്നയുടെ പ്രവർത്തകരായി ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഈ നാടിന്റെ നന്മയുടെ വിളക്കുമാടങ്ങളായി നിലകൊള്ളുന്ന മുത്തഅല്ലിമീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്. ഈ ഖൈറിന്റെ വാഹകരിൽ ചേർക്കണേ അല്ലാഹ്. പള്ളികളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, മുദരിസമാരുണ്ട്. ഈ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിച്ച ദഅവത്തുൽ ഇസ്ലാം സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഖൈറായ റിസ്ക് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ഉള്ള വീട് ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ഐശ്വര്യ സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിളീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹു ഇബാദത്തിൽ കണിശത വെക്കുന്നവരാക്കണേ അല്ലാഹ്. പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമദാനിൽ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചവർ
വെച്ചവരുണ്ട്, നീ ബറക്കത്ത് നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഞങ്ങളുടെ ജീവിതത്തിൽ തൗഫീഖ് നൽകണേ അല്ലാ. കഅബ ഞങ്ങളെ കാണിക്കണേ അല്ലാ. ഹദറുൽ അസ്വദ് ചുംബിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റുക്നുൽ യമാനി തൊട്ടുമുത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. കഅബ തവാഫ് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹിജ്ർ ഇസ്മായിൽ അകത്തലങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പരിശുദ്ധമാക്കപ്പെട്ട സ്വർണ്ണപാത്തിയുടെ താഴ്ഭാഗത്ത് വെച്ച് പൊട്ടിക്കരുത് ദുആ ചെയ്യാൻ, കഅബയുടെ പരിസരത്തിരുന്നുകൊണ്ട് നമസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്ത് നിർബന്ധമാക്കപ്പെട്ട ആയത്തിറക്കിയ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ശഅബാനിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിസ്കാരങ്ങൾ ചിട്ടവെക്കുന്നതിലൂടെ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നീ സുഖം ചെയ്യണേ അല്ലാ. റമദാനിൽ നോമ്പുകൾ കൃത്യത വെക്കാൻ, തറാവീഹ് നമസ്കരിക്കാൻ, ഫർളായ നമസ്കാരങ്ങളും അതിന്റെ റവാത്തിബ് സുന്നത്തുകളും അടക്കം ദുഹാ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, വിത്ർ നമസ്കാരം അടക്കം ഗൗനിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തസ്ബീഹ് നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പവിത്രമായ ബറാഅത്തിന്റെ സുദിനം ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അവന്റെ കാരുണ്യം ചൊരിയുന്ന രാവാണ്. ആ രാവിനെ ഗൗനിക്കാൻ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന്റെ പകലിൽ നോമ്പ് നോക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇബാദത്ത് കൊണ്ട് ശ്രദ്ധ വെക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. റിസ്ഖ് വിശാലമാകാനും ആഖിബത്ത് നന്നാവാനും അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ദീർഘായുസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയും 3 യാസീനുകൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാവിലോതി അല്ലാഹുവേ ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. സർവോപരി ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, മോസോ ഉസ്താദ് അടക്കം എത്രയോ സമുന്നതരായ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അതിനുതകുന്ന മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.